നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. അഴിമതിരഹിതവും വർഗീയ വിരുദ്ധവുമായ ഒരു നാടായി നിൽക്കാൻ കേരളത്തിൽ തുടർഭരണം ആവശ്യമാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. AC മൊയ്തീൻ MLA നയിക്കുന്ന കുന്നംകുളം മണ്ഡലം വികസന മുന്നേറ്റ ജാഥ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രകൃതി ദുരന്തങ്ങളും രോഗങ്ങളും പ്രളയവും ഒക്കെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഈ കേരളത്തെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി കൈപിടിച്ചുയർത്തിയ ഗവൺമെന്റാണ് നമ്മുടെ ഗവൺമെന്റ്. നയാ പൈസയുടെ സഹായം കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടായില്ല. കോവിഡ് കാലത്തുണ്ടായ തന്ന അരിയുടെ കാശ് വാങ്ങിച്ചു. നാടാഗ്രഹിച്ച വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായത് തുടർഭരണം വന്നതിനാലാണ്. ദേശീയപാത വികസനവും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവുമെല്ലാം അതിൻ്റെ ഉദാഹരണങ്ങളാണ്. പുതുയുഗയാത്ര എന്ന പേരിൽ പഴയകാലത്തേക്ക് കേരളത്തെ തള്ളിക്കൊണ്ടുപോകാനാണ് UDF ശ്രമിക്കുന്നത്. 2000 രൂപ ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ 100 രൂപ മാത്രം വർദ്ധിപ്പിച്ച UDF 2500 എന്തുകൊണ്ടാക്കുന്നില്ലെന്നാണ് ചോദിക്കുന്നത്. ഈ സർക്കാർ തന്നെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 57,000 കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്നും നമുക്ക് കിട്ടാനുള്ളത്. ഇതിനെതിരെ യോജിച്ച സമരത്തിന് പോലും UDF തയ്യാറാകുന്നില്ല. 10 വർഷമായി ഒരു അഴിമതി ആരോപണം തെളിയിക്കാനോ വസ്തുനിഷ്ഠാപരമായി ഒരു ആരോപണം ഉന്നയിക്കാനോ പോലും UDFനായിട്ടില്ലെന്നും രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ചിറക്കൽ സെന്ററിൽ നടന്ന ഉദ്ഘാടനത്തിൽ CPI ലോക്കൽ സെക്രട്ടറി PK രവീന്ദ്രൻ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ AC മൊയ്തീൻ MLA, വൈസ് ക്യാപ്റ്റൻ പ്രൈംരാജ് ചൂണ്ടലാത്ത്, മാനേജർ MN സത്യൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TK വാസു, M ബാലാജി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവിസ്, KD ബാഹുലയൻ മാസ്റ്റർ, CPI ജില്ലാ കമ്മിറ്റി അംഗം KT ഷാജൻ, NCP ജില്ലാ സെക്രട്ടറി EA ദിനമണി, CPM ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, സൗമ്യ അനിലൻ, സീതാ രവീന്ദ്രൻ, TC ചെറിയാൻ, VK ബാബുരാജ് എന്നിവർ സംസാരിച്ചു. ശനിയാഴ്ച രാവിലെ 9-ന് ജെറുസലേം സെന്ററിൽ നിന്നും പ്രയാണം ആരംഭിച്ച വാഹനജാഥ കോട്ടോൽ, കരിക്കാട് സെന്റർ, കല്ലുംപുറം, ഒറ്റപ്പിലാവ്, പെരുമ്പിലാവ്, അഗതിയൂർ, പോർക്കുളം, കിഴൂർ, വടുതല, തെക്കേപ്പുറം, കുറുക്കൻപാറ, ചെമ്മണ്ണൂർ, ആനായ്ക്കൽ എന്നിവിടങ്ങളിലൂടെ പ്രയാണം നടത്തും. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് വീട്ടമ്മ തീ കൊളുത്തി ജീവനൊടുക്കി. പുതുവീട്ടിൽ ഷിഹാബിന്റെ ഭാര്യ രാമനത്ത് വീട്ടിൽ 50 വയസ്സുള്ള ജുമൈലയാണ് മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. വീടിന് പുറകിലെ പറമ്പിലാണ് പൊള്ളലേറ്റ് മരിച്ച നിലയിൽ ജുമൈലയെ കണ്ടെത്തിയത്. 1 വർഷം മുമ്പ് ജുമൈല നാട്ടുകാരിയായ സ്ത്രീയിൽ നിന്നും പലിശയ്ക്ക് 50,000 രൂപ വാങ്ങിയിരുന്നതായി പറയുന്നു. പലിശ ഇനത്തിൽ മാത്രമായി മാസം 10,000 രൂപ വീതം 8 മാസത്തോളം നൽകിയെങ്കിലും 2 മാസം പണം നൽകാൻ സാധിച്ചില്ല. ഇതേ തുടർന്ന് പലിശക്കാരിയായ സ്ത്രീ ഭീഷണിപ്പെടുത്തിയിരുന്നതായി കുറിപ്പെഴുതി വെച്ച ശേഷമാണ് ജുമൈല ജീവനൊടുക്കിയത്. ഗുരുവായൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളം നഗരത്തിൽ ശുദ്ധജലം പാഴാകുന്നു. ജലവിതരണ വകുപ്പിന്റെ അനാസ്ഥയെന്ന് ആക്ഷേപം. തൃശൂർ റോഡിൽ ഓട്ടോ ടാക്സി സ്റ്റാൻഡിന് സമീപത്താണ് ആയിരക്കണക്കിന് ലിറ്റർ ശുദ്ധജലം പാഴാകുന്നത്. ശനിയാഴ്ച പൈപ്പിലെ അഴുക്ക് നീക്കം ചെയ്യുന്നതിനായി കുഴിയെടുത്ത് പൈപ്പ് കണക്ഷൻ വിച്ഛേദിച്ചിരുന്നു. എന്നാൽ അഴുക്ക് നീക്കം ചെയ്ത ശേഷം പൈപ്പ് കണക്ഷൻ പുനഃസ്ഥാപിച്ചിരുന്നില്ല. ശനിയാഴ്ച ജലവിതരണം നടത്തുകയും ചെയ്തതാണ് ശുദ്ധജലം പാഴാകാനിടയായത്. ഓട്ടോ സ്റ്റാൻഡ് മുതൽ മധുരക്കുളം വരെയുള്ള കാനയിലൂടെ വെള്ളം ഒഴുകി പാടത്തേക്ക് പോവുകയാണ്. ജലക്ഷാമം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഉടനടി നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കിഴക്കാളൂർ വെള്ളത്ത് വീട്ടിൽ സന്തോഷിന്റെ മകൻ ഗോവർദ്ധനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 13 വയസ്സാണ്. പേരാമംഗലം ശ്രീ ദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സംസ്കാരം പിന്നീട് നടക്കും. രജിത മാതാവും ഗൗതം സഹോദരനുമാണ്. ചൊവ്വലൂർ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി കലാപരിപാടികൾക്ക് തുടക്കമായി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി ത്രിദിന ആചാര അനുഷ്ഠാന ആഘോഷ പരിപാടികളോടെയാണ് ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങൾ നടക്കുന്നത്. ക്ഷേത്രത്തിന് പുറത്തുള്ള സ്റ്റേജിൽ വെള്ളിയാഴ്ച വൈകിട്ട് 6:30-ന് പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിച്ച നൃത്യങ്ങളും തിരുവാതിരക്കളിയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ശനിയാഴ്ച വൈകിട്ട് 7:30-ന് മാക് മ്യൂസിക്സ് അവതരിപ്പിക്കുന്ന മ്യൂസിക് നൈറ്റും ഞായറാഴ്ച രാത്രി 12:30-ന് സിനിമാ പ്രദർശനവും നടക്കും. 3 ദിവസങ്ങളിലായി നടക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി ശുദ്ധികലശം, ശ്രീഭൂതബലി, വിശേഷാൽ പൂജകൾ, അഭിഷേകങ്ങൾ, നിറമാല, ചുറ്റുവിളക്ക് തുടങ്ങിയ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, മേൽശാന്തി കുഴിപ്പുറം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. ശിവരാത്രി ദിനത്തിൽ രാവിലെ 6:30-ന് അഷ്ടപതി, 7 മണിക്ക് മേളത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ്, 10 മണിക്ക് നാഗസ്വര കച്ചേരി, ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ്, വൈകിട്ട് 6-ന് ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, 7:30-ന് തായമ്പക, രാത്രി 9:30-ന് എഴുന്നള്ളിപ്പ് എന്നിവയുണ്ടാകും.
ശിവരാത്രി ദിനത്തിൽ ശ്രീ മഹാദേവന് ഷഡാഭിഷേകം, നെൽപ്പറ, നാണയപ്പറ തുടങ്ങിയ വഴിപാടുകളും നടക്കും. എഴുന്നള്ളിപ്പിന് പഞ്ചവാദ്യത്തിൽ കലാമണ്ഡലം കുട്ടിനാരായണനും ചെണ്ടമേളത്തിൽ പെരുവനം കുട്ടന്മാരാരും പ്രമാണിത്വം വഹിക്കും. പുരാണപാരായണം, ക്ഷേത്രകലകൾ, ഫാൻസി വെടിക്കെട്ട്, അന്നദാനം തുടങ്ങിയ പരിപാടികളും ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടക്കും. ക്ഷേത്രം ഊരാളൻ കീഴിലം കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഭരണസമിതി ഭാരവാഹികളായ NK ബാലകൃഷ്ണൻ, C ഹരിദാസ് തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. പോർക്കുളം മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഷുഹൈബ് ഓർമ്മദിനം ആചരിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് V ബാലചന്ദ്രൻ, പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ്, യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ശ്രേയ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് K രഞ്ജിത്ത്, പഞ്ചായത്ത് മെമ്പർമാരായ രേഖ ജയരാമൻ, KK രതീഷ്, മറ്റു പ്രവർത്തകർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര വിജയിപ്പിക്കുന്നതിനായി അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ നടത്തി. പുതുയുഗയാത്രയിൽ 1500 മത്സ്യത്തൊഴിലാളികളെ പങ്കെടുപ്പിക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി C മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ KD വീരമണി, CV സുരേന്ദ്രൻ, തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV സുജിത്ത്, DCC ജനറൽ സെക്രട്ടറി CA ഗോപപ്രതാപൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, PK കബീർ, PK ഷൗക്കത്ത്, CS രമണൻ എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ FNHWവിന്റെ ഭാഗമായി സംസ്ഥാനത്തെ CDSകൾ നടപ്പിലാക്കുന്ന ഹാപ്പി കേരളം പദ്ധതിക്ക് ചാവക്കാട് നഗരസഭ 24-ാം വാർഡിൽ തുടക്കമായി. കേരളത്തിലെ ജനങ്ങളുടെ സന്തോഷ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം തീരാങ്കണം എന്ന പേരിൽ വാർഡ് കൗൺസിലർ KV സന്തോഷ് നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ ജീന രാജീവ് അധ്യക്ഷത വഹിച്ചു. CDS മെമ്പർ ഷിനി അരുൾദാസ് സ്വാഗതം പറഞ്ഞു. റിസോഴ്സ് പേഴ്സൺമാരായ ഷൈജ ഹുസൈൻ, പ്രിയ ഷാജി എന്നിവർ ക്ലാസ് എടുത്തു. CDS മെമ്പർമാർ, കുടുംബശ്രീ കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ചിറമനേങ്ങാട് പാലാഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ആഘോഷിക്കും. രാവിലെ 5-ന് നട തുറക്കലിന് ശേഷം ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇളനീറാടൽ, പാലഭിഷേകം, നവകം, പഞ്ചഗവ്യം തുടങ്ങി വിശേഷാൽ പൂജകളും നടക്കും. ഭക്തജനങ്ങളുടെ അഖണ്ഡനാമ ജപാർച്ചന ഉണ്ടായിരിക്കും. രാത്രി 8:30 മുതൽ ഹരീഷ് നമ്പ്യാർ അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത് നടക്കും. പാലഞ്ചേരി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ നൃത്തങ്ങൾ, തിരുവാതിരക്കളി തുടങ്ങി കലാപരിപാടികളും അരങ്ങേറും. മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഈ വർഷകാലത്ത് പ്രഭാത ഭക്ഷണം, ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടായിരിക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ചൂണ്ടൽ പയ്യൂക്കാവ് ഭാരത് ആർമി ഫാൻസിന്റെ ആഭിമുഖ്യത്തിൽ പുൽവാമ ദിനാചരണവും പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ വിജയൻ പുളിയാശ്ശേരി അധ്യക്ഷനായി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം അനീഷ് ആന്റണി അനുസ്മരണ പ്രഭാഷണം നടത്തി. കോർഡിനേഷൻ കൺവീനർ സുരേഷ് കൃഷ്ണ, കോർഡിനേറ്റർ സുരേഷ് കുമാർ, ഭാരത് ആർമി ഫാൻസ് അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ പാലിയത്ത്, ബാലചന്ദ്രൻ പുണർദം, നിത്യാനന്ദ് പയ്യൂർക്കാവ് എന്നിവരും പ്രദേശവാസികളും നിരവധി വിദ്യാർത്ഥികളും ചടങ്ങിൽ സംബന്ധിച്ചു. പന്നിത്തടം മാത്തൂർ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി വിവിധ ചടങ്ങുകളോടെ വിപുലമായി ആഘോഷിക്കും. പന്നിത്തടം INTUC ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ രാവിലെ 10 മണി മുതൽ 18ാമത് പ്രസാദൂട്ടുമുണ്ടായിരിക്കും. വൈകിട്ട് ടീം SBZന്റെ നേതൃത്വത്തിൽ ഗാനമേളയും അരങ്ങേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചരമം കരിക്കാട് മില്ലിന് സമീപം താമസിക്കുന്ന അയ്യൻകുളങ്ങര കൊച്ചു കുഞ്ഞൻ നിര്യാതനായി 88 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തി. പരേതയായ മറിയാമ്മ ഭാര്യയും മിൽട്ടൺ, മിനി എന്നിവർ മക്കളുമാണ്. തൃശൂർ വളർക്കാവ് ജീവൻ സ്ട്രീറ്റ് പായമൽ വീട്ടിൽ ജോസ് ഭാര്യ കലാലയം രാധ നിര്യാതയായി 79 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 5 മണിക്ക് നെല്ലിക്കുന്ന് സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയ സെമിത്തേരിയിൽ നടത്തും. താമരയൂർ പഷ്ണത്ത് കനകദാസ് നിര്യാതനായി 83 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ വാതക ശ്മശാനത്തിൽ നടത്തി. ഷെബീന, ഷൈൻ എന്നിവർ മക്കളാണ്. മന്ദലാകുന്ന് കിണർ കിഴക്ക് കളത്തിങ്കൽ ചന്ദ്രൻ നിര്യാതനായി 70 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മണിയാണ് ഭാര്യ. അനീഷ്, ലെനീഷ് എന്നിവർ മക്കളാണ്. പുന്നൂർക്കുളം കിഴക്കേച്ചെറായി റിയ റോഡ് ആത്രപ്പുള്ളി മൊയ്തുണ്ണി നിര്യാതനായി 85 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി.
ഐഷുമുവാണ് ഭാര്യ. നാസർ, റംല, ബുഷറ, സമീറ, നൌഷാദ് എന്നിവർ മക്കളാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.